തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഈ ഭാസുരാങ്കൻ മകൻ അഖിൽജിത്ത് ഇവരുടെ ജാമ്യാപേക്ഷ ഏത് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്? സ്വപ്ന, കണ്ടല ബാങ്കിൽ നടന്ന ക്രമക്കേടുകൾ അതിന്റെ വ്യക്തമായ തെളിവുകളും അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇത്രയും കോടി രൂപയുടെ ക്രമക്കേട് നടത്തുകയും ആ ബാങ്ക് തന്നെ ഒരു പരിധി വരെ ഇല്ലാതാക്കാവുന്ന രീതിയിലാണ് ഈ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളത്. ഇത് വർഷങ്ങളായി നീണ്ടു നിന്നിരുന്ന ഒരു ക്രമക്കേടാണ്. ഈ തെളിവുകളെല്ലാം പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി പ്രധാനമായും ഈ പ്രതികൾ വളരെ സ്വാധീനമുള്ള, രാഷ്ട്രീയപരമായും അല്ലാതെയും വളരെ സ്വാധീനമുള്ള ആളുകളാണ്. ഇവർ ഈ സമയത്ത്, ഈ അന്വേഷണം പൂർത്തിയാകുന്ന സമയത്ത് ഇവർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാൽ അതിൽ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുവാനും മറ്റ് സാക്ഷികളെ സ്വാധീനിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയാണ്. മാത്രമല്ല, ഇതിൽ ഇഡിയുടെ ഒരു അന്വേഷണവും സമാന്തരമായി ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം വിലയിരുത്തിയാണ് ഹൈക്കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്.